വിജയമായ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എടുക്കുക എന്നത് വളരെ റിസ്കിയായ ഒരു കാര്യമാണ്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടാം ഭാഗം എടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞ സംവിധായകർ വളരെ ചുരുക്കം മാത്രമാണുള്ളത്. ചില സിനിമകൾ വിജയിച്ചാലും ക്വാളിറ്റി നോക്കിയാൽ ഒന്നാം ഭാഗത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വിജയിപ്പിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് എന്നതിൽ സംശയമില്ല. ആ റിസ്ക്കാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ചുമലിലേറ്റിയിട്ടുള്ളത്. ലൂസിഫർ നൽകിയതിനേക്കാൾ മികച്ച സിനിമാ അനുഭവം നൽകാൻ കഴിയുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ എന്നതിൻ്റെ നിരവധി സൂചനകൾ സമീപകാലത്ത് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും പ്രേക്ഷകരെ എമ്പുരാനിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മോഹൻലാൽ എന്ന അഭിനേതാവ് തന്നെയാണ്. 2025 എന്ന വർഷം മോഹൻലാലിൻ്റെ വിജയ സിനിമകൾ കാണാനുള്ളതാണെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ നിലവിലെ ലൈനപ്പുകൾ വലിയ വിജയങ്ങൾക്കുള്ള സാധ്യതകൾ ഉറപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന നടൻ്റെ സ്വാഗ് ഏറ്റവും മികച്ച രീതിയിൽ സമീപകാലത്ത് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കണ്ടത് ലൂസിഫറിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത അവതാരത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഖുറേഷി എബ്രാം എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുമ്പോൾ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും എന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും മോഹൻലാൽ തന്നെയാണ്. രണ്ടാമത്തെ കാരണം തീർച്ചയായും പൃഥ്വിരാജ് എന്ന ഡയറക്ടർ തന്നെയാണ്. ലൂസിഫറിന് വേണ്ടി മികച്ച സംവിധായകനുള്ള അവാർഡ് വാങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഏറ്റവും നല്ല സംവിധായകനായതുകൊണ്ടല്ല എനിക്ക് അവാർഡ് കിട്ടിയത്, മറിച്ച് നല്ലൊരു സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധായകർക്കും താൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. എന്നാൽ പൃഥ്വിരാജ് ഒരു നല്ല സംവിധായകൻ തന്നെയാണെന്ന് ലൂസിഫറിന് ലഭിച്ച വൻ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട്. തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് ഏതൊരു സിനിമയെയും ആത്യന്തികമായി നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് സംവിധായകൻ. പ്രേക്ഷകരിലേക്ക് തൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെ എത്തണം എന്നത് സംവിധായകന്റെ കാഴ്ചപ്പാടാണ്. സിനിമയെക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ ഇത്രയും വർഷത്തെ അറിവും മറ്റ് ഇൻഡസ്ട്രികളിലുള്ള മികച്ച നടന്മാരോടൊപ്പവും സംവിധായകരോടൊപ്പവും പ്രവർത്തിക്കാൻ കഴിഞ്ഞ അനുഭവ സമ്പത്തുമൊക്കെ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ കൂടുതൽ മിനുക്കിയെടുത്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എമ്പുരാന്റെ ടീസറിൽ ഈ വളർച്ച പ്രേക്ഷകർക്ക് കണ്ടറിയാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമ്പുരാന് ടിക്കറ്റ് എടുക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ തീർച്ചയായും പൃഥ്വിരാജ് തന്നെയായിരിക്കും. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല, അഭിനേതാവ് എന്ന നിലയിലും പൃഥ്വിയുടെ പ്രകടനത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. എമ്പുരാന്റെ നെടുംതൂണെന്ന് എടുത്തു പറയേണ്ടത് തീർച്ചയായും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ തന്നെയായിരിക്കും. ചിത്രത്തിന്റെ ബജറ്റ് എത്രയാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ ബജറ്റിൽ ഒരു ചിത്രം നിർമ്മിക്കുമ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ ഒരു വാചകം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു: ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ഒരു ചിത്രം നിർമ്മിക്കണം എന്ന തൻ്റെ ആഗ്രഹമാണ് എമ്പുരാൻ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ വാക്കുകൾ. വെറും ഒരു മലയാള സിനിമ എന്നതിനപ്പുറത്തേക്കുള്ള ഗ്രാഫ് എമ്പുരാനുണ്ട് എന്നുറപ്പിക്കുന്ന വാക്കുകളായിരുന്നു ഇത്. നാലാമതായി എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ താരനിര തന്നെയാണ്. മലയാളത്തിലെ സഹതാരങ്ങൾ മുതൽ ബോളിവുഡിലെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ലോക സിനിമയിലെ തന്നെ ഗംഭീര അഭിനേതാക്കളെയാണ് എമ്പുരാൻ അവതരിപ്പിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലെ താരമടക്കം ചിത്രത്തിന്റെ ഹൈപ്പ് വളരെയധികം കൂട്ടുന്നുണ്ട്. ഒരു മലയാള സിനിമയിൽ ഇത്രയധികം വ്യത്യസ്ത റീജിയണുകളിൽ നിന്നുള്ള അഭിനേതാക്കൾ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് കൗതുകം കൂടും എന്നതിൽ സംശയമില്ല. വില്ലൻ കഥാപാത്രത്തിനായുള്ള കാത്തിരിപ്പും സംശയവുമാണ് എമ്പുരാൻ കാണാൻ പ്രേരിപ്പിക്കുന്ന അഞ്ചാമത്തെ ഘടകം. നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന കാസ്റ്റിംഗ് വിവരങ്ങൾ വെച്ച് യഥാർത്ഥ വില്ലൻ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നിഗമനം. അതുകൊണ്ട് തന്നെ ഖുറേഷി എബ്രാമിന്റെ ലോകത്ത് എന്താണ് കഥയെന്നും ആരാണ് വില്ലൻ എന്നുമൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. ഒപ്പം ലൂസിഫറിലെ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് ആ കഥയിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നത് എന്നും അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ജതിൻ രാംദാസും സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്ന കാര്യം സൂചിപ്പിക്കാതെയാണ് ലൂസിഫർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ടൊവിനോ തോമസിന്റെ കഥാപാത്രം ലൂസിഫറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ്. സ്വാഭാവികമായും ബദ്ധശത്രുക്കളായി തീരേണ്ട രണ്ടുപേർ എങ്ങനെ ഒറ്റക്കെട്ടായി എന്നറിയേണ്ടതുണ്ട്. അതും ഇത്രയും കാലം പ്രിയദർശിനി രാംദാസിനെ പോലും അറിയിക്കാതെ ജതിൻ രാംദാസ് ഇത് ഒളിപ്പിച്ചത് എന്തിനാണെന്നും ഒപ്പം ആരാണ് സ്റ്റീഫന്റെ പിതാവ് എന്ന വർമ്മസാറിന്റെ സംശയവുമൊക്കെ ചുരുളഴിയേണ്ടതുണ്ട്. ഈ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ എമ്പുരാനിൽ കാണാൻ കഴിഞ്ഞേക്കും. മാത്രമല്ല, മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജതിൻ രാംദാസിൽ നിന്ന് കിടിലൻ മാസ് പെർഫോമൻസും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം തീർച്ചയായും മുരളി ഗോപിയുടെ തിരക്കഥ തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ലെയർ കൊടുത്തുള്ള എഴുത്താണ് മുരളി ഗോപിയെ വ്യത്യസ്തനാക്കുന്നത്. നായകന്മാരുടെ കഥ പറയുന്നത് ബോറിംഗ് ആണെന്നും വില്ലന്മാരുടെ കഥകൾ ഇൻട്രസ്റ്റിംഗ് ആണെന്നും മുൻപൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. മുരളി ഗോപിയുടെ എഴുത്ത് അതുമായി ചേർന്നു പോകുന്ന തരത്തിലാണ്.
അതുകൊണ്ട് തന്നെയാവണം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാക്കി ലൂസിഫർ ഒരുക്കിയത്. ലൂസിഫറിലെ ഗ്രേ ഷെയ്ഡഡ് കഥാപാത്രങ്ങളെ മുരളി ഗോപി പ്ലേസ് ചെയ്തിരിക്കുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. സത്യത്തിൽ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നോ എവിടെ നിന്നാണ് അയാൾ വന്നതെന്നോ അയാൾക്ക് പറയാനുള്ള കഥ എന്താണെന്നോ ഒന്നും ലൂസിഫറിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും പ്രേക്ഷകർക്ക് ആ കഥാപാത്രത്തിനോടൊപ്പം നിൽക്കാൻ തോന്നുന്നത് അത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമല്ല, മറ്റ് കഥാപാത്രങ്ങളെ തിരക്കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടുകൂടിയാണ്. എഴുത്തിന്റെ ഈ ശൈലി എമ്പുരാനിലും കൂടുതൽ മികവ് പുലർത്തുമെന്നും ലൂസിഫറിനേക്കാൾ സങ്കീർണതകൾ കൊണ്ടുവന്നേക്കുമെന്നും മൂന്നാം ഭാഗത്തിനായുള്ള മികച്ച കാത്തിരിപ്പിന് അവസരം നൽകുമെന്നും പ്രേക്ഷകർ കരുതുന്നുണ്ട്. ഒരു സിനിമയുടെ വിജയത്തിന് ശേഷം ആ സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കാം എന്ന് ആലോചിക്കുന്നതും സിനിമയുടെ തിരക്കഥയുടെ ആരംഭം മുതൽ തന്നെ ഇതൊരു ട്രിയോളജിയാണ് എന്ന് ഉറപ്പിച്ച് കഥ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. പലപ്പോഴും രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമകൾ വിജയിക്കാതെ പോകുന്നതിന്റെ കാരണവും പെട്ടെന്നുള്ള തട്ടിക്കൂട്ടെഴുത്തും കഥാപാത്ര രൂപീകരണവും ഒക്കെ തന്നെയാണ്. എമ്പുരാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള സൂചനകൾ. എമ്പുരാൻ ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമാണെന്നും ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്കും എമ്പുരാൻ കണ്ടാൽ കഥ മനസ്സിലാകുമെന്നും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സമീപനം സിനിമയ്ക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. ആദ്യത്തെ 25 മിനിറ്റോളം ഒരു ഹിന്ദി സിനിമയായി തോന്നിയേക്കുമെന്നും 35% ഡയലോഗുകളും ഹിന്ദിയിലാണെന്നും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് അത് ആവശ്യമെന്ന് പ്രേക്ഷകർക്കും തോന്നുമെന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിട്ടുള്ളത്. എമ്പുരാൻ എന്ന പേര് കേട്ട സമയത്ത് കൂടുതൽ പ്രേക്ഷകരും ചോദിച്ച സംശയം തമ്പുരാൻ എന്ന അർത്ഥമാണോ ഈ വാക്കിന് എന്നതായിരുന്നു. എമ്പുരാന്റെ അർത്ഥത്തെക്കുറിച്ചും പൃഥ്വി സംസാരിച്ചിട്ടുണ്ട്. തമ്പുരാന്റെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ് എന്നതാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. മലയാള സിനിമയിലെ പടക്കുതിരയായി എമ്പുരാൻ മാറും എന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷകൾക്കൊത്തുയരാൻ എമ്പുരാന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.